വിജയ്, ഈ യമനിലെ ഹൂത്തി തലവൻ്റെ തല ചിതറുന്ന വിധത്തിലുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയതെന്ന് പറയുന്നു. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ എല്ലാവരും പലായനം ചെയ്യേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അത്ര വലിയൊരു ആക്രമണമാണോ നടന്നത്? അവിടുത്തെ വ്യോമപാത അടച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. വ്യോമപാത അടച്ചു യമനിൽ അതെ 10ഓളം ഹൂത്തി നേതാക്കന്മാരാണ് കൊല്ലപ്പെട്ടത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു. ഒരു അപ്പാർട്ട്മെന്റ് നേരെ ഉണ്ടായിട്ടുള്ള ഒരു ഇസ്രായേലിൻ്റെ ഒരു ആക്രമണമായിരുന്നു. അതിൽ അൽ റഹാബിയും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒട്ടേറെ പേരും 10ഓളം പേരും കൊല്ലപ്പെട്ടു എന്നാണ് യമനി മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ ഇസ്രായേൽ ഔദ്യോഗിക പ്രതികരണമൊന്നും തന്നെ നടത്തിയിട്ടില്ല. 2014 മുതൽ തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിൽ തലസ്ഥാനമായിട്ടുള്ള സന നമുക്കറിയായിരിക്കും, നിമിഷപ്രിയയുടെയൊക്കെ ജയിലിൽ നിമിഷപ്രിയ പിടിക്കപ്പെട്ട സനയാണ്. സന ഉൾപ്പെടെയുള്ള വടക്കൻ പ്രദേശങ്ങൾ ഭരിക്കുന്നത് ഇറാൻ്റെ പിന്തുണയുള്ള ഹൂതികളാണ്. അത് ഇറാൻ ഇപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഭരണകൂടമൊന്നുമില്ല. അവിടെ ഈ 6ഓളം പ്രവിശ്യകളായിട്ട് തരംതിരിച്ച് വ്യത്യസ്തമായിട്ട് ഓരോരുത്തരും ആണ് 3ഓളം ശക്തികളാണ് അവിടെ ഭരിക്കുന്നത്. അതിലൊന്ന് ഈ പറയുന്ന ഹൂതികളാണ്. അപ്പോൾ ഈ ഹൂതികളുടെ അധീനതയിലുള്ളതാണ് ഈ സന എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ ഈ ഇറാൻ്റെ പിന്തുണ ഇവർക്കുണ്ട്, ഇറാൻ എന്ന രാജ്യത്തിൻ്റെ. അപ്പോൾ തെക്ക് ഈ ഏതൻ ആസ്ഥാനമായിട്ടുള്ള പ്രസിഡന്റ് റഷാദ് അൽ അലിമിയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരും ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകൾ ഉൾപ്പെടുന്ന ഇസ്രായേൽ വിരുദ്ധ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഈ ഹൂതികൾ എന്ന് പറയുന്നത്. ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമൻ തലസ്ഥാനമായ സനയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നത്. വ്യാഴാഴ്ച നടന്ന ആക്രമണം ഹൂതി രാഷ്ട്രീയ സൈനിക നേതാക്കളുടെ ഒരു യോഗത്തെ ലക്ഷ്യമിട്ടായിരുന്നു എന്ന് ഇസ്രായേലിലെ മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സനയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനാണ് അൽ റഹാബി കൊല്ലപ്പെട്ടതെന്ന് യമനിലെ അൽ ജംഹൂരിയ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ സഹപ്രവർത്തകർക്കൊപ്പമാണ് അൽ റഹാബി കൊല്ലപ്പെട്ടതെന്നാണ് ഏതൻ അൽഗദ് പത്രവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേസമയം വ്യോമാക്രമണത്തിൽ ഹൂതി പ്രതിരോധ മന്ത്രി മുഹമ്മദ് അൽ അത്തിഫി, ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അബദ് അൽ കരീം അൽ ഖമാരി എന്നിവരും കൊല്ലപ്പെട്ടതായി യൂറോ ന്യൂസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഹൂതികൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിൽ പങ്കുചേർന്നിരുന്നു. ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുകയും ചെങ്കടലിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് തുടരുകയായിരുന്നു. ഇസ്രായേലും അമേരിക്കയും ഹൂതികൾക്കെതിരെ പലതവണ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. കനത്ത തിരിച്ചടി ഹൂതികൾക്ക് കിട്ടിയിട്ടും അതൊന്നും വകവയ്ക്കാതെ വീണ്ടും ഇസ്രായേലിന് നേരെ വാളെടുക്കുകയായിരുന്നു ഹൂതികൾ. അന്ന് ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് കൊടുത്തതാണ് ഇത് തീക്കളിയാണെന്ന്. ഇപ്പോൾ അവരുടെ തല പിഴുതെടുക്കുന്ന നീക്കത്തിലേക്കാണ് ഇസ്രായേൽ കടന്നിരിക്കുന്നത്. ഇനി ഹൂതികളെയും തീർത്തിട്ടേ ഈ യുദ്ധം തീർക്കൂ എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അൽ റഹാബിയും കൂട്ടരും ചർച്ച നടത്തുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് കൃത്യം അറ്റാക്കാണ് ഇസ്രായേൽ നടത്തിയത്. ഇവർ ഈ മേഖലയിൽ ഉണ്ടെന്നുള്ള വിവരം ഇസ്രായേൽ സേനയ്ക്ക് എങ്ങനെ ലഭിച്ചു എന്ന് തല പുകഞ്ഞിരിക്കുകയാണ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി. അപ്പോൾ യമനിൽ ഇസ്രായേലിൻ്റെ ചാരന്മാർ കയറി കൂടിയിട്ടുണ്ടെന്ന ആശങ്കയും ഉടലെടുക്കുന്നുണ്ട്. അതായത് മൊസാദ് എന്നൊരു സംഘം ഉണ്ടല്ലോ, ഇസ്രായേലിൻ്റെ ചാരസംഘടന. മൊസാദ് സംഘം ഹൂതികൾക്കിടയിൽ നുഴഞ്ഞു കയറിയോ അങ്ങനെയുള്ള പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഹൂതി നേതൃത്വം. ഹിസ്ബുള്ളയുടെ തല എരിഞ്ഞത് മൊസാദാണ്. തലവൻ ഹസൻ നസറുള്ളയും കൂട്ടരും ബങ്കറിൽ ഇസ്രായേൽ ആക്രമണത്തിന് പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ തല ചിതറിച്ച് ജൂതപ്പട ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഹമാസിനെയും തലവന്മാരെയും വധിച്ചത് അവരുടെ കോട്ടകളിൽ കയറിയാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മൊത്തം ഇറാനിൽ ചാരശൃംഖല ഉണ്ടാക്കിയിട്ടാണ് ഖമനേയിയെ ഞെട്ടിച്ചുകൊണ്ട് ആണവശാസ്ത്രജ്ഞർ, റവല്യൂഷണറി ഗാർഡ് തലവന്മാർ, പരമോന്നതൻ്റെ ഉപദേഷ്ടാക്കൾ എന്നിവരെയും തല ചിതറിച്ച് വധിച്ചത്. ഇതേ പ്ലാൻ ഇസ്രായേൽ യമനിൽ പയറ്റുന്നുണ്ടോ എന്ന് ഹൂതികൾ ഭയക്കുന്നുണ്ട്. അതായത് ഇറാനിൽ പ്രാവർത്തികമാക്കിയ ഇതേ പ്ലാൻ ഇസ്രായേൽ ഇപ്പോൾ യമനിലും പയറ്റുന്നുണ്ടോ എന്ന് ഹൂതികൾ വല്ലാതെ ഭയക്കുന്നുണ്ട്. മൊസാദ് തന്നെയാണ് ആക്രമണത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രമെന്ന് ഹൂതി തലവൻ അബ്ദുൽ മാലിക് അൽ ഹൂതി ഉറപ്പിച്ച് പറയുന്നു. ആക്രമണം നടന്ന മേഖലയിൽ കനത്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇസ്രായേലിന് ശക്തമായ ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്നാണ് ഹൂതി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അൽ ഹൂത്തി പ്രസംഗിക്കുമ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിടുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായോ എന്ന കാര്യം മൊസാദ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അൽ ഹൂത്തി ഇക്കാര്യം മനസ്സിലാക്കിയതായി ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല. മൊസാദ് ലക്ഷ്യമിട്ട ഹൂതി പ്രമുഖരിൽ ഹൂതികളുടെ പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവിയും ഉൾപ്പെടുന്നുണ്ട്. 2016 മുതൽ ഹൂതികളുടെ പ്രതിരോധ മന്ത്രിയാണ് അഹമ്മദ് നാസർ അൽ അത്താഫി. ഹൂതികളുടെ സൈനിക സ്ഥാപനത്തിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഇയാൾ.
അൽത്താഫി ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളുമായി ഹിസ്ബുള്ളയുമായും ഒക്കെ അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഇസ്രായേലിനെതിരായ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ ഇസ്രായേലിന് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹൂതികളിലെ ഈ നേതൃത്വത്തെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചതും ആക്രമണം നടത്തിയതും. കഴിഞ്ഞ ജൂണിൽ ഇറാനെതിരായ യുദ്ധം തുടരുന്നതിനിടെ യമനിൽ നടത്തിയ ഇസ്രായേലി ആക്രമണത്തിൽ ഹൂതി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അൽ ഗമാരിക്ക് ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രായേൽ യമനിൽ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. എന്നാൽ അന്ന് ഹൂത്തി പ്രമുഖരെ വധിക്കാൻ നേരത്തെ എടുത്ത തീരുമാനം പിന്നീട് കഴിഞ്ഞ ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. നിരന്തരം ഹൂതികളുടെ കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായ അറ്റാക്കാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഹൂതി തലവന്മാരെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും നേരെ ഏത് രീതിയാണോ പുറത്തെടുത്തത് അതേ രീതി തന്നെയാണ് ഹൂതികളെ തുടച്ചു നീക്കുന്നതിനും ഇസ്രായേൽ പുറത്തെടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുന്നു. 1800 കിലോമീറ്റർ അകലെയുള്ള യമനിലേക്ക് ഇസ്രായേൽ ഇത് 16ാം തവണയാണ് നേരിട്ട് ആക്രമണം നടത്തുന്നത്. ദൂരം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇസ്രായേൽ ഇവിടെ കൊടുക്കുന്നത്. ജൂതരാഷ്ട്രത്തിന് നേരെ വിരൽ ചൂണ്ടുന്നവർ ആരായാലും അവരുടെ തല പിന്നെ ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായ മറുപടിയാണ് ഇസ്രായേൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. തുടരെ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തുന്ന ഹൂതികൾക്ക് പലതവണ ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും ഇതൊന്നും കേൾക്കാതെ ചെന്ന് കയറി കൊടുക്കുന്നവർ ആരാണെങ്കിലും വലിയ വില നൽകേണ്ടി വരുമെന്നാണ് കഴിഞ്ഞ ഞായറാഴ്ച യമനിലേക്ക് ആക്രമണം നടത്തിയതിനു ശേഷം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് കൊടുത്തത്. യമനിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരമായിട്ടുള്ള സനയിൽ ആക്രമണം നടത്തിയ ശേഷമായിരുന്നു നെതന്യാഹുവിൻ്റെ ഈ പ്രഖ്യാപനം. ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ തിരിച്ചടിക്കും, ആക്രമിക്കാൻ പദ്ധതി ഇടുന്നവരെയും ഞങ്ങൾ തിരിച്ചടിക്കും. ഇസ്രായേലിൻ്റെ ശക്തിയും നിശ്ചയദാർഢ്യവും ഈ പ്രദേശം മുഴുവൻ മനസ്സിലാക്കണമെന്ന് ഞാൻ കരുതുന്നു. ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ഹൂതി ഭീകര ഭരണകൂടം വലിയ വില നൽകേണ്ടി വരുമെന്നും അത് നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി ഹീബ്രു ഭാഷയിലുള്ള വീഡിയോ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ഇറാന്റെ പിന്തുണയുള്ള വിമതർക്കെതിരെ ഇസ്രായേൽ മുൻപും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭാവിയിലും നടപടി എടുക്കുമെന്നും നെതന്യാഹു ഓർമ്മിപ്പിച്ചു. അത് ഒരൊറ്റ ആക്രമണത്തിൽ ഒതുങ്ങില്ല, ധാരാളം ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും നെതന്യാഹു പറഞ്ഞു. ഞങ്ങൾ മുൻകാലങ്ങളിൽ അവർക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഭാവിയിലും ഞങ്ങൾ പ്രവർത്തിക്കും. എനിക്കെല്ലാം വിശദമായി പറയാൻ കഴിയില്ല. അമേരിക്കയുമായി സഹകരിക്കും. ഇത് ഒറ്റയടിക്ക് സംഭവിക്കുന്ന കാര്യമല്ല, പക്ഷേ പ്രഹരങ്ങൾ ഉണ്ടാകുമെന്നും നെതന്യാഹു ഓർമ്മിപ്പിച്ചു. ഹൂതികൾക്കുള്ള തിരിച്ചടി കനത്തതായിരിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ക്യാറ്റ്സും ആക്രമണത്തിന് പിന്നാലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഞങ്ങളെ ആക്രമിക്കുന്നവരെ 7 മടങ്ങ് തിരിച്ചാക്രമിക്കും എന്നായിരുന്നു ഇസ്രായേലിൻ്റെ ക്യാറ്റ്സ് പറഞ്ഞത്. ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം അത് ഹൂതി തലവൻ അബ്ദുൽ മാലിക് അൽ ഹൂത്തിയാണ്. അബ്രു ജിബ്രിൽ എന്നറിയപ്പെടുന്ന അബ്ദുൽ മാലിക് അൽ ഹൂതി എന്ന ഹൂതികളുടെ മേഖലയിലെ പ്രബല ശക്തിയാക്കി വളർത്തിയത് ഇദ്ദേഹമാണ്. ഇയാൾ പശ്ചിമേഷ്യയിലേക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ അപകടകാരിയാണ് എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. 2004 കലാപത്തിനിടെ യമൻ സൈന്യം കൊലപ്പെടുത്തിയ ഹൂതി വിമത നേതാവായ ഹുസൈൻ ബദറുദ്ദീൻ അൽ ഹൂത്തിയുടെ സഹോദരനാണ് അബു ജിബ്രിൽ. ഹൂതി വിമതർ ഇസ്രായേലിനോട് ശത്രുത പുലർത്തുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലസ്തീനിലെ ഹമാസ്, ലബനാനിലെ ഹിസ്ബുള്ള, സിറിയ, ഇറാഖ് മേഖലകളിൽ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് നിരവധി ഷിയ ഗ്രൂപ്പുകൾക്കൊപ്പം ഹൂതികളും ഇറാന്റെ പ്രതിരോധ അച്ചുതണ്ടിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. പശ്ചിമേഷ്യൻ മേഖലയിലെ ഒരു പ്രധാന ശക്തിയായി ഇറാനെ മാറ്റാൻ സഹായിച്ച ഈ തീവ്രവാദ സംഘടനകൾക്ക് ടെഹ്റാനിൽ നിന്ന് സാമ്പത്തിക, സൈനിക, ആയുധ പിന്തുണകളും പരിശീലനവും കിട്ടുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്.